إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ പുതിയ ഒരു ഹിജ്റ വർഷത്തിലാണ് നമ്മളുള്ളത്. അഥവാ ഹിജ്റ 1447 മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങൾ 12 എണ്ണമാകുന്നു എന്നും അതിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് എന്നും നമുക്കറിയാവുന്ന കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പവിത്രത നൽകിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് മുഹറം മാസം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മാസങ്ങളുടെ പവിത്രത ഓർമ്മപ്പെടുത്തുകയും എന്നിട്ടതിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യമായി കൊണ്ട് അല്ലാഹു പറഞ്ഞത് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും എന്നാണ്. അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത്. അഥവാ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ പ്രത്യേകിച്ച് 12 മാസങ്ങളിലും അഥവാ ഒരു സന്ദർഭത്തിലും അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് പാടില്ലാത്തതാണ് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആദ്യമായി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഈ വിഷയത്തിൽ സൂക്ഷിക്കണമെന്നും തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെന്നുമാണ് എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്താനുള്ളത്. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ മാസങ്ങളെക്കുറിച്ചും പവിത്രതയെക്കുറിച്ചും പറഞ്ഞ ഉടനെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, പുതിയ ഒരു വർഷം ആരംഭിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും പിന്നോട്ടേക്ക് നോക്കാനുണ്ട്, ആത്മവിചാരണ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ഒരു വർഷം, ഒരു വയസ്സ് കഴിഞ്ഞുപോയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ ആയുസ്സിൽ നിന്നും ഒരു വർഷം കഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഭാഗം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ
നാളേക്ക് വേണ്ടി എന്താണ് സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. വർഷങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ, മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ, ദുനിയാവ് പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതേ, നമ്മുടെ ആയുസ് തീരുന്നതോടെ നമ്മുടെ ദുനിയാവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, പരലോകമാവട്ടെ മുന്നോട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഒരു വർഷം കഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ ഒരു വർഷം കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ ഖബറുമായി, നമ്മുടെ പരലോകമായി, നമ്മുടെ ആഖിറവുമായി നാം അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന സൂചനയാണ് പ്രിയമുള്ളവരെ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളും വീണ്ടും വിചാരം നടത്തേണ്ടതാണ്. എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? എന്താണ് നാളെ റബ്ബിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്? എത്ര കർമ്മങ്ങൾ, എത്ര സൽക്കർമ്മങ്ങൾ നമ്മുടെ ഏടുകളിലുണ്ട്? നാം എന്തൊക്കെ പ്രവർത്തിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതകളിൽ നമ്മുടെ അവസ്ഥ എന്താണ്? 5 നേരത്തെ നിസ്കാരങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താണ്? മറ്റുള്ള സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നാം എവിടെ നിൽക്കുന്നു? ഈ അവസരത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, മുഹറം മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരിട്ട് വിളിച്ചതായി ഹദീസിൽ കാണാം. ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം. പവിത്രമാസങ്ങൾ പൊതുവെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം നന്നാക്കാനുള്ളതാണ്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമദാന ഷഹറുല്ലാഹിൽ മുഹറം. റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ്. അഥവാ പ്രിയമുള്ളവരെ, നമ്മുടെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഈ മാസത്തിൽ നമുക്ക് നോമ്പെടുക്കാവുന്നതാണ്. അത്1 മുതൽ 10 വരെ എന്ന രീതിയല്ല, മറിച്ച് നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ തിങ്കളും വ്യാഴവും, അതുപോലെ മാസത്തിലെ 13, 14, 15 അതല്ലാത്ത ദിവസങ്ങളിലും നമുക്ക് നോമ്പ് വർദ്ധിപ്പിക്കാം. റമദാനിന് ശേഷം ശ്രേഷ്ഠകരമായ നോമ്പാണ്, അഥവാ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പുകളാണ് ഈ മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സഹോദരങ്ങളെ, പ്രത്യേകമായി മുഹറം 10-ൻ്റെ ആശൂറയിൻ്റെ നോമ്പ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആശൂറയിൻ്റെ നോമ്പ് എന്നാൽ അള്ളാഹുവിൻ്റെ കിതാബിൽ ഒരുപാട് സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞ ചരിത്രമാണ്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശത്രുവായ ഫിർഔനിൻ്റെയും ചരിത്രം. അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്, അഥവാ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും വമ്പിച്ച വിജയം നൽകിയ ദിവസമാണ് മുഹറം 10-ൻ്റെ ഈ ദിവസം, ആശൂറയിൻ്റെ ദിവസം. അഥവാ സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ ഹഖും ബാത്തിലും വേർതിരിക്കുകയുണ്ടായി. ലോകത്തെ വിറപ്പിച്ച, അഥവാ ആ നാട്ടുകാർക്കിടയിൽ അന റബ്ബുകുമുൽ അഅല, ഞാനാകുന്നു അത്യുന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച, എല്ലാവരെയും അടക്കി ഭരിച്ചിരുന്ന ബനൂ ഇസ്രായേല്യരായ സാധുക്കളായ ആളുകളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന, അരും കൊല ചെയ്തിരുന്ന, അവരിലെ സ്ത്രീകളെ ഉപദ്രവിച്ചിരുന്ന ക്രൂരനായ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും, അഥവാ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അങ്ങേയറ്റത്തെ വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്ന ഫിർഔനിൻ്റെ പതനമാണ് മുഹറം 10-ന് അഥവാ ആശൂറയിൻ്റെ ദിവസത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ തീരുമാനിച്ചത്. അതാ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും
അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും ഫിറഔൻ കൊല്ലുമെന്നായപ്പോൾ, ഫിറഔനും കൂട്ടരും കൊല്ലുമെന്നായപ്പോൾ, ഉപദ്രവിക്കുമെന്നായപ്പോൾ, ആ നാട്ടിൽ നിൽക്കാൻ സാധിക്കുകയില്ല എന്നായപ്പോൾ അവർ ആ നാട് വിടുകയാണ്. ഒരു രാത്രി അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂട്ടരും ആ നാട് വിടുകയാണ്. അവർ ചെങ്കടൽ ലക്ഷ്യമാക്കി നടന്നുപോയി, അഥവാ യാത്ര തിരിച്ചു. വിവരമറിഞ്ഞ ഫിറഔനും കൂട്ടരും പിന്നാലെ തന്നെ കൂടുകയുണ്ടായി. അങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ശുഅറായിൽ ആ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഫലമ്മ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ഫിറഔനും കൂട്ടരും പിന്നിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മുസ്ലിമീങ്ങളും ചെങ്കടലിൻ്റെ മുന്നിലെത്തുകയുണ്ടായി. പിന്നിൽ ശത്രു സൈന്യം, മുന്നിൽ ആർത്തിരമ്പി വരുന്ന കടൽ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ചു, അല്ലയോ മൂസ, നാം പിടിക്കപ്പെട്ടതു തന്നെ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ ആവലാതി ബോധിപ്പിച്ചു. ഈ രണ്ട് സംഘങ്ങളും ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. അഥവാ അവർ ഈ കൊച്ചു സംഘത്തെ നശിപ്പിക്കും, കൊല ചെയ്യും എന്നത് ഉറപ്പാണ്. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വാക്ക് അദ്ദേഹം പറഞ്ഞു, കല്ല, അങ്ങനെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ രണ്ട് സംഘങ്ങളും ഒരുമിച്ച് കണ്ടുമുട്ടി അവർ നമ്മെ നശിപ്പിക്കും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, തീർച്ചയായും എൻ്റെ റബ്ബ് കൂടെ തന്നെയുണ്ട്, അവനൊരു വഴി കാണിച്ചു നൽകും. അതാ റബ്ബ് സുബ്ഹാനഹു വ തആല വഹയി നൽകുന്നു. ശേഷം അല്ലാഹു തുടർന്ന് പറയുന്നു, ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹർ. അതാ റബ്ബ് സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹയി നൽകുന്നു. എന്താണ് ആ വഹയി? അനിദ്രിബ് ബിഅസാകൽ ബഹർ. ഓ മൂസ, താങ്കളുടെ കയ്യിലുള്ള ആ വടി കൊണ്ട് ആ കടലിലേക്ക് താങ്കളൊന്ന് അടിക്കുക. അങ്ങനെ അദ്ദേഹം അടിച്ചപ്പോൾ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. ആ കടലത രണ്ട് പർവ്വത സമാനമായ രൂപത്തിൽ പിളരുകയുണ്ടായി. അവർക്ക് പോകാവുന്ന രൂപത്തിൽ വഴി രൂപപ്പെടുകയുണ്ടായി. ഫഅസ്ലഫ്നാ സമ്മൽ ആഖരീൻ. അല്ലാഹു പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടരും അതിലൂടെ കടന്നുപോയപ്പോൾ പിന്നാലെ വന്ന ആളുകളെയും നാം അവിടെ എത്തിക്കുകയുണ്ടായി. അഥവാ അവരും അതിലൂടെ നടന്നു നീങ്ങാൻ ശ്രമിച്ചു, അവരും ആ കടൽ മുറിച്ചു കടക്കാൻ ശ്രമിച്ചു. വഅൻജൈനാ മൂസാ വമൻ മഅഹു അജ്മഈൻ. അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തുകയുണ്ടായി. സുമ്മ അഗ്റഖ്നൽ ആഖരീൻ. എന്നാൽ പിന്നിൽ വന്ന ഫിറഔനിനെയും കൂട്ടരെയും ആ കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ. തീർച്ചയായും ആ സംഭവത്തിൽ ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞവനെ നശിപ്പിക്കുകയുണ്ടായി. ഏതാണ് ആ കടൽ എന്ന് നിങ്ങൾക്കറിയുമോ? അതാ ഫിറഔനിന്റെ വാക്കായിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുണ്ട്, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. അവൻ വലിയ വർത്തമാനം പറഞ്ഞിരുന്നു. ആ നാട്ടിലെ കടലുകൾ, അരുവികൾ ഒക്കെ കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞിരുന്നു, ഇതാ ഇത് എൻ്റെ കീഴിൽ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഒഴുക്കുന്ന നദികളാണിവ, ഞാൻ ഒഴുക്കുന്ന കടലുകളാണിവ എന്ന് വീരവാദം മുഴക്കിയവനെ അതാ റബ്ബ് സുബ്ഹാനഹു വ തആല ആ കടലിൽ വെച്ച് തന്നെ മുക്കി കൊല്ലുകയുണ്ടായി, മുക്കി നശിപ്പിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാം, ആ സമയത്ത് അവൻ ഒന്ന് വിശ്വസിക്കാൻ നോക്കിയിരുന്നു എന്നാണ്. ബനൂ ഇസ്രായേലിയർ വിശ്വസിച്ച ആ അല്ലാഹുവിൽ ഞാനിതാ വിശ്വസിക്കുന്നു എന്ന് പറയാൻ അവൻ ശ്രമിച്ചുവെങ്കിലും അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീഖ് നൽകിയില്ല.
ഇപ്പോഴാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഈ ചരിത്രത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതുപോലെ വലിയ ഗുണപാഠമുണ്ട്, വലിയ ദൃഷ്ടാന്തമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിൽ, നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ പല ആളുകളും പേടിച്ച് ഭയന്ന് വിറക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പറയാറുണ്ട്. ഇതാ മുസ്ലിമീങ്ങൾ നശിക്കാൻ പോകുന്നു, മുസ്ലിമീങ്ങളെ തകർക്കാനായി ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നമ്മെ ഇതാ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നു, നമ്മുടെ കഥ കഴിഞ്ഞത് തന്നെ. സഹോദരങ്ങളെ, ഈ ചരിത്രത്തിൽ നാം കേട്ട ഫിറഔൻ ആരാണ്? അവനെപ്പോലെയുള്ള ഒരു ക്രൂരൻ, ഒരു സ്വേച്ഛാധിപതി അതിന് മുന്നെയോ അതിന് ശേഷമോ ഉണ്ടായിട്ടുണ്ടോ? അത്തരം സ്വേച്ഛാധിപതിയായ ക്രൂരനായ ഒരുവനെ നശിപ്പിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ എടുത്ത സമയം എത്രയാണ്? വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ ചരിത്രത്തിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഈമാനുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നിശ്ചയദാർഢ്യം നമുക്കുണ്ടോ? എങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സഹായിക്കും. ഒരു സ്വേച്ഛാധിപതിക്കും ഒരു ഇസ്ലാമിൻ്റെ ശത്രുവിനും നമ്മെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ല, നിങ്ങൾ പറയുന്നത് പോലെയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അവനൊരു വഴി കാണിച്ചു തരും എന്ന് പറയാൻ മാത്രമുള്ള വിശ്വാസത്തിൻ്റെ, ഈമാനിൻ്റെ കരുത്തുണ്ടോ നമ്മുടെ ഹൃദയങ്ങളിൽ? അൻതുമുൽ അഅലൗൻ, അല്ലാഹു പറഞ്ഞില്ലേ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങളാണ് ഏറ്റവും മുകളിലുള്ളവർ, നിങ്ങളാണ് പ്രതാപികൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് വെച്ച നിബന്ധന എന്താണ്? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ റബ്ബിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങുന്നവരാണെങ്കിൽ, പരിശുദ്ധ ദീൻ നെഞ്ചിലേറ്റുന്നവരാണെങ്കിൽ, ഇസ്ലാമിൻ്റെ കൽപ്പനകൾ പുൽകുന്നവരാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, ഒരു ശക്തിക്കും നിങ്ങളെ ജയിച്ചടക്കാൻ, നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, നോക്കൂ, എത്ര മനോഹരമായ ചരിത്രമാണെന്ന് നോക്കൂ നിങ്ങൾ. മുഹറം 10 ആശൂറായിൻ്റെ ദിവസം കടന്നു വരുമ്പോൾ ഈ ചരിത്രം അയവിറക്കുന്നത് ഇതിൽ നമുക്ക് ഗുണപാഠമുണ്ട് എന്നതുകൊണ്ടാണ്. എല്ലാ കാലത്തും നാം പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽ, ആയത്തുകളിൽ ഇതിങ്ങനെ മുഴങ്ങി നിൽക്കുന്നത് നമ്മുടെ ഈമാൻ ഉറക്കാൻ വേണ്ടിയാണ്. നമ്മളാണെങ്കിൽ, അഥവാ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നാം തയ്യാറാണെങ്കിൽ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ വിജയം നമ്മുടെ കാൽ ചുവട്ടിൽ അള്ളാഹു വെച്ച് തരും. ബദറിലും ഉഹദിലും അള്ളാഹു നൽകിയ വിജയം നമ്മുടെ കാൽ ചുവട്ടിൽ അള്ളാഹു നൽകും. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളുന്നവരായാൽ മതി. നമ്മൾ മുഅ്മിനീങ്ങളാണോ? എങ്കിൽ ഭയപ്പെടേണ്ടതില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീൻ എന്നത് സമാധാനത്തിൻ്റെ ദീനാണ്, സമാധാനത്തിൻ്റെ മതമാണ്. യുക്തിപൂർണമായ നിയമങ്ങൾ മാത്രമേ ഈ ദീനിലുള്ളൂ. ഏത് കാലഘട്ടത്തിനും അനുയോജ്യമാണ്. ഒരു ചതിയോ വഞ്ചനയോ തീവ്രവാദമോ ഭീകരവാദമോ അങ്ങനെയുള്ള യാതൊരു വൃത്തികേടുകളും ഇല്ലാത്ത, ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ദീനിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അതുകൊണ്ട് നാം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കാൻ നാം തയ്യാറാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമുക്ക് ഗുണപാഠങ്ങൾ നൽകേണ്ടതുണ്ട്. നാം ഇസ്സത്തുള്ള മുസ്ലിമീങ്ങളായി തീരുക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അതാ മദീനയിലെ യഹൂദികൾ ആശൂറായിൻ്റെ മുഹറം 10 അന്ന് നോമ്പനുഷ്ഠിക്കുന്നതായി അവിടുന്ന് കാണുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദൽ യൗം അല്ലദീ തസൂമുനഹു, എന്താണ് ഈ ആളുകൾ നോമ്പെടുക്കുന്ന ഈ ദിവസം? അപ്പോൾ പറഞ്ഞു, ഹാദാ യൗമുൻ അദീം,
അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അദീം, ആശൂറ മുഹറം 10 ദിവസം എന്നത് മഹത്തായ ഒരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, ആ ദിവസത്തിലാണ് അല്ലാഹു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തിയത്. വഗറഖ ഫിർഔന വ ഖൗമഹു, ഫിർഔനിനെയും കൂട്ടരെയും മുക്കി നശിപ്പിക്കുകയും ചെയ്തത്. ഫസാമഹു മൂസ ശുക്രൻ ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് അള്ളാഹുവിന് നന്ദി സൂചകമായി കൊണ്ട് നോമ്പനുഷ്ഠിച്ചിരുന്നു. അത് കാരണത്താൽ ഞങ്ങളും നോമ്പെടുക്കുകയാണ് എന്നവർ പറയുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫനഹ്നു അഹഖു വ ഔല ബിമൂസാ മിൻകും, ഞങ്ങളാണ് മൂസാ നബിയോട് നിങ്ങളെക്കാൾ ബാധ്യതയുള്ളവരും ഏറ്റവും അടുത്തവരും. ഫസാമഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറയിൻ്റെ അന്ന് നോമ്പെടുക്കാൻ തുടങ്ങി. വഅമറ ബിസിയാമിഹി, സഹാബത്തിനോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. സഹോദരങ്ങളെ, അതുകൊണ്ട് മുഹറം 10 ആശൂറയിൻ്റെ അന്ന് നോമ്പെടുക്കൽ പുണ്യകരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിലെ നോമ്പിൻ്റെ പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞു, സിയാമു യൗമി ആശൂറ, ആശൂറയിൻ്റെ നോമ്പ്, അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു, മുൻകഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷ വെക്കുന്നു. മുഹറം 10 ആശൂറയിൻ്റെ നോമ്പ് കൊണ്ട് മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ, ചെറുപാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സുന്നത്ത് നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഥവാ അവിടുത്തെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആ വർഷം അവിടുന്ന് പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന അത്താസിഅ, അടുത്ത വർഷം നാം ജീവിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി നാം നോമ്പെടുക്കുമായിരുന്നു. അഥവാ യഹൂദികളോടുള്ള എതിരിടൽ, അവർ 10 മാത്രം നോമ്പെടുക്കുമ്പോൾ അവരോട് ഒരുപാട് വിഷയങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീൻ എതിരിടാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലും അതേപോലെ തന്നെയാണ്. അവർ 10 മാത്രമായി നോമ്പെടുക്കുമ്പോൾ 9 കൂടി നാം നോമ്പെടുക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഹറം 9 10 നോമ്പെടുക്കൽ പുണ്യകരമാണ്, സുന്നത്താണ്. അതിൽ 10 ശ്രേഷ്ഠതയാണ് ഹദീസിൽ വായിച്ചത്. മുൻകഴിഞ്ഞ ഒരു വർഷത്തെ ചെറു പാപങ്ങൾക്ക് അത് പരിഹാരമാണ്. സഹാബത്ത് അവർ നോമ്പെടുക്കുകയും അവരുടെ മക്കളെ, നോമ്പെടുക്കാൻ സാധിക്കുന്ന കുട്ടികളെ കൊണ്ട്, മക്കളെ കൊണ്ട് നോമ്പെടുപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നു കാണാം. അങ്ങനെ അവർ വിശന്ന് കരയുമ്പോൾ അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊടുത്ത് മഗ്രിബ് വരെ, ബാങ്ക് വിളിക്കുന്നത് വരെ അങ്ങനെ ആ നോമ്പ് തുടരാൻ അവരെ പ്രേരിപ്പിക്കുമായിരുന്നു എന്നും കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സുന്നത്ത് നിലനിർത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول ما تسمعون وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആശൂറയിൻ്റെ നോമ്പിനെക്കുറിച്ച് നാം മനസ്സിലാക്കി. ആ നോമ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും നാം മനസ്സിലാക്കി. ആശൂറയിൻ്റെ കൂടെ അതിൻ്റെ തലേ ദിവസമായ താസുഅ അഥവാ മുഹറം 9 കൂടി നോമ്പെടുക്കൽ പുണ്യകരമാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മസ്അല എന്ന നിലക്ക് സൂചിപ്പിക്കുകയാണ്, മുഹറം 10 മാത്രം നോമ്പെടുക്കുക എന്നത്
യഹൂദികൾ ചെയ്യുന്നത് കൊണ്ട് അവരോട് എതിരിടാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 കാര്യം സൂചിപ്പിച്ചത്. ഒരാൾക്ക് 9ഉം 10നും നോമ്പെടുക്കാം, ഇനി 10നും 11നും നോമ്പെടുക്കുകയും ചെയ്യാവുന്നതാണ്. അഥവാ ഒറ്റപ്പെടുത്തി എടുക്കാതെ ഒന്നല്ലെങ്കിൽ 9-ന് അതല്ലെങ്കിൽ 11-ന് ആ രൂപത്തിലും എടുക്കാവുന്നതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ഒരു മുഹറം മാസത്തിൽ ആശൂറയിൻ്റെ അന്ന് സംഭവിച്ച ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിൽ വലിയ പ്രയാസമുണ്ടാക്കിയ, വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം. ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഹിജ്റ 61 അദ്ദേഹത്തിൻ്റെ കൊലപാതകം നടക്കുന്നത്. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് കുഴപ്പങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്ന കാലഘട്ടമായിരുന്നു അത് എന്ന് ചരിത്രങ്ങൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്നത്തെ ഖലീഫയായ യസീദ് ബിനു മുആവിയക്ക് ബൈഅത്ത് നൽകിയിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് നൽകാതിരുന്നപ്പോൾ ഇറാഖിൽ നിന്ന്, കൂഫയിൽ നിന്ന് ചില ആളുകൾ അദ്ദേഹത്തിന് കത്ത് എഴുതുകയുണ്ടായി. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം, നിങ്ങൾക്ക് ഞങ്ങൾ ബൈഅത്ത് ചെയ്യാം, നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ് എന്നിങ്ങനെ പറഞ്ഞ് ചരിത്രത്തിൽ കാണാം 12,000-ഓളം എഴുത്തുകൾ അദ്ദേഹത്തിന് വന്നിരുന്നു എന്നാണ്. 2 ചാക്ക് നിറയെ എഴുത്തുകളുണ്ടായിരുന്നു ഒരേ ആശയത്തിൽ. എത്രത്തോളം? ഒരു ദിവസം 600 എഴുത്തുകൾ വരെ അദ്ദേഹത്തിന് വന്നിരുന്നു എന്നു കാണാം. അദ്ദേഹത്തെ കൂഫയിലുള്ള അദ്ദേഹത്തിൻ്റെ ആളുകളാണ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നവരാണ് വിളിച്ചു വരുത്തിയത്. അഥവാ ഷിയാക്കളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ക്രൂരതകൾ കൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉപദ്രവിച്ചവരായിരുന്നു അവർ എന്നതിന് ഈ ചരിത്രം വളരെ വ്യക്തമായ തെളിവാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, അദ്ദേഹം അവിടെ എത്തി, ഇറാഖിലെത്തി. അദ്ദേഹത്തെ കർബല എന്ന സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോയി. വിശാലമായ ചരിത്രമാണ്, ചുരുക്കി പറഞ്ഞാൽ. ആ സ്ഥലത്ത് എത്തിയപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് പറയുകയുണ്ടായി, കർബല എന്ന്. അപ്പോൾ അദ്ദേഹം അവരോട് തിരിച്ചു പറഞ്ഞു, കർബുൻ വബല. കർബ് എന്ന് പറഞ്ഞാൽ ദുഃഖം, പ്രയാസം എന്നാണ് അർത്ഥം. ബലാഉൻ എന്ന് പറഞ്ഞാൽ പരീക്ഷണം എന്നാണ് അർത്ഥം. അഥവാ അവിടെ എത്തി അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയവർ അദ്ദേഹത്തെ കൊല്ലാനൊരുങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തിരിച്ചു പോകണം എന്ന് പറഞ്ഞിരുന്നു. ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തെ മക്കയിലേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞു, അതല്ലെങ്കിൽ യസീദ് ബിൻ മുആവിയയുടെ സൈന്യത്തിൻ്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ യസീദ് ബിൻ മുആവിയയുടെ അടുക്കലേക്ക് എന്നെ പറഞ്ഞയക്കണം എന്നും. ഇങ്ങനെ 3 ഉപാധികൾ അവർക്ക് മുന്നിൽ അദ്ദേഹം വെക്കുകയുണ്ടായി എന്ന് കാണാം. പക്ഷേ അതൊന്നും അവർ കൂട്ടാക്കിയില്ല, മറിച്ച് അദ്ദേഹത്തെ കൊല്ലുകയുണ്ടായി. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയും അഹ്ലുബൈത്തിലെ 18ഓളം വരുന്ന ആളുകളെ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളെയും പേരക്കുട്ടികളെയും നിഷ്ഠൂരം കൊലപ്പെടുത്തുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. ഈ കൊലപാതകം യസീദ് ബിൻ മുആവിയയുടെ തലയിൽ പല ആളുകളും അഥവാ ഷിയാക്കൾ വെച്ചുകെട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രൊപ്പഗണ്ടകൾ കാലങ്ങളായി പ്രചരിപ്പിക്കാറുമുണ്ട്. യഥാർത്ഥത്തിൽ ചരിത്രങ്ങൾ സത്യസന്ധമായി വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം അദ്ദേഹത്തെ ചതിച്ചു കൊന്നതാണ്. ഈ പറഞ്ഞ ആളുകൾ, ഷിയാക്കൾ ആണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് ചരിത്രത്തിൽ നിന്നും വ്യക്തമാണ്. പറഞ്ഞതിൻ്റെ ചുരുക്കം, സഹോദരങ്ങളെ, ഇതുപോലെ ഒരു ആശൂറയിൻ്റെ അന്നാണ് ഈ പറഞ്ഞ സംഭവം നടന്നിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അഹ്ലുബൈത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ് അദ്ദേഹം. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന,
സ്വർഗക്കാരിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവിനെയാണ് നിഷ്ഠൂരം കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ മുന്നേ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മുന്നേ കഴിഞ്ഞുപോയ ഒരുപാട് അമ്പിയാക്കളെ ശത്രുക്കൾ കൊന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകം മാത്രം ആശൂറയിൻ്റെ അന്ന് വലിയ ദുഃഖാചരണമായി കൊണ്ടാടുന്നവരാണ് ഷിയാക്കൾ. അങ്ങനെ ഒരു ദുഃഖാചരണം പ്രത്യേകമായി ഇസ്ലാമിലില്ല, മുസ്ലിമീങ്ങൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ നമുക്ക് വിഷമമുണ്ട്, പ്രയാസമുണ്ട്, ഖേദമുണ്ട്. പക്ഷേ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ആരും അന്നേ ദിവസം ഒരു കറുത്ത ദിവസമായി, ഇരുണ്ട ദിവസമായി നെഞ്ചത്തടിച്ചും നിലവിളിച്ചും രക്തം ചൊരിഞ്ഞും അതുപോലെയുള്ള പല ജാതി കാര്യങ്ങൾ നടുറോട്ടിലൂടെ കാട്ടിക്കൂട്ടുക എന്നതൊന്നും അള്ളാഹുവിൻ്റെ ദീനിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ഒരു മുസീബത്തുണ്ടായാൽ അതിൽ ക്ഷമിക്കാനും അള്ളാഹുവിനോട് പ്രതിഫലം ചോദിക്കാനുമാണ് ഒരു മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ സംഭവിച്ച ഒരു ചരിത്രം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്നു മാത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ, അതിലായി മരിക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ ദീനിലായിക്കൊണ്ട്, അവനെ സൂക്ഷിച്ച് എല്ലാ മേഖലകളിലും തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ രോഗം, അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ. അവർക്ക് ശിഫാ നൽകുമാറാവട്ടെ, ആശ്വാസം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.